ഇന്നത്തെ റെസിപ്പി എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ, അതിൽ സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ചാണ് നല്ലത്. പിന്നെ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് മട്ടൻ്റെ ഫാറ്റ്, അതും ഈ ചിക്കൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് 2 വിസിൽ വയ്ക്കുക. 2-3 വെളുത്തുള്ളി, അത്യാവശ്യം വാട്ടർ ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം ഈ വാട്ടർ എടുത്തിട്ടാണ് നമ്മൾ റൈസിലിടും. 2 പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് ഒരു 2 വിസിൽ മറ്റേ ചിക്കനിന് 2 വിസിലിൻ്റെ മതി. പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതും ഇതേമാതിരി സോൾട്ടും ചില്ലി പൗഡറും കേട്ടോ, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ആ സ്റ്റോക്ക് നമ്മൾ റൈസിന് എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് വെള്ളം. ഞാൻ റൈസിനെ വടിക്കുകയല്ല. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്, നാരങ്ങ നീരിടുന്നുണ്ട്, പിന്നെ സോൾട്ട്, ഇത് 3 ഇട്ടിട്ട് റൈസിന് ഇടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണം ജീരകശാലയാണ്. പൊതുവെ നമ്മളെല്ലാവരും ബസ്മതി എടുക്കുക, പക്ഷെ ഞാൻ ജീരകശാല ഇട്ട് ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. ഓക്കെ, ചിക്കനെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു ഹാഫ് തക്കാളി. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോൺസിനെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് തന്നെയുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ പ്രോൺസ്. പിന്നെ ചിക്കന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ചെറുതായി അരിഞ്ഞു വെച്ചേക്കണം വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടുക, പച്ച ടേസ്റ്റ് പോകുന്ന വരെ ഒന്ന് വാട്ടുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തക്കാളി ഇടുന്നു വിചാരിച്ചില്ല, ഇട്ടപ്പോൾ വീണുപോയി, ശരിയെന്ന് പറഞ്ഞു. പിന്നെ ബീൻസിനാണ് ഇത്തിരി കുക്ക് കൂടുതൽ, അപ്പോൾ അതിനെ ഫസ്റ്റ് ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. പിന്നെ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് മാഗി ക്യൂബ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഒരു ക്യൂബ് റൈസിലോടും ഒരു ക്യൂബ് വെജിറ്റബിൾസിലോടും. ഇപ്പോൾ റൈസിൽ ഓൾറെഡി ചിക്കൻ്റെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇടുന്നില്ല. പിന്നെ ഇത് ക്യാരറ്റ് ഇട്ടു. അപ്പോൾ ഈ വെജിറ്റബിൾസിനുള്ള സോൾട്ട് ഈ മാഗി ക്യൂബിലുണ്ട്, അത് മതി. നന്നായി ഇളക്കാം. പച്ചമണം പോകുന്നവരെ ഞാൻ കുക്കാക്കും കേട്ടോ. പിന്നെ ക്യാബേജ് ഒരു ക്യൂബ് കൂടെ ഉണ്ടായത് അതും ഇട്ടു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ക്യാപ്സിക്കത്തിന് വേവ് കുറവാണ്. ലാസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, ഒരു 2 മിനിറ്റ്സ് മതി. ഇനി നമ്മുടെ എഗ്ഗ് ഇപ്പോൾ സ്ക്രാമ്പിൾ ചെയ്യണം. നടുക്കത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് വേഗം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ്ഗിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും എത്തും, എല്ലാ വെജിറ്റബിൾസിനും കിട്ടും. അത് നന്നായിട്ട് എനിക്ക് തോന്നിട്ടോ. നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ. ഇപ്പോൾ ബേബിക്ക് കൊടുക്കാനുള്ളത് കാരണം എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ തന്നെ ഇട്ടിട്ടുള്ളൂ, വേറെ എരിവൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ സോസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ബേബിക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് സോസസോ വിനീഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിനെ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ സോൾട്ട് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി കുറവുമാതിരി തോന്നി, അപ്പോൾ നോക്കിയിട്ട് സോൾട്ട് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസിനെ ഇടുക. എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ സ്റ്റീലിൻ്റെ തവി യൂസ് ചെയ്യാതിരിക്കുക. ബസ്മതി റൈസൊക്കെ ആകുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും സ്പാച്ചിൽ യൂസ് ചെയ്യുക അത്രയും നല്ലത്. നന്നായി മിക്സ് ചെയ്യുക. ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ കാര്യം മിക്സിംഗ് ആണ്. എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോൺസും ഇട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഫ്രൈഡ് റൈസ് ആണല്ലോ. ഇപ്പോൾ ബേബിക്ക് കൊടുത്താൽ ബേബി തന്നെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. ഇഷ്ടമായ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്. ഓക്കെ, ബൈ.